അദ്ദേഹത്തിന്റെ പ്രിയ പത്നിമാരും യാഗത്തിന് നേതൃത്വം കൊടുക്കും. സംപ്രീതനായ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുന്നു. അഗ്നിദേവൻ പായസം നൽകുന്നു. അദ്ദേഹം ഈ പ്രസാദം അഗ്നിദേവന്റെ നിർദ്ദേശമനുസരിച്ച് ദശരഥൻ തന്റെ ഭാര്യമാർക്ക് നൽകുന്നു. സുമിത്രയ്ക്ക് കൈകേയും കൗസല്യയും കൂടെ പായസം നൽകുന്നു. അസുരഭയമില്ലാതെ ജീവിക്കണം. ഈ ആവശ്യം രാജാവിനെ അറിയിക്കുന്നു. അതിനെന്താ, ഞാൻ തന്നെ വരാമെന്നായി ദശരഥൻ. വേണ്ട, എനിക്ക് രാമലക്ഷ്മണന്മാരെ അദ്ദേഹത്തോടൊപ്പം പറഞ്ഞയക്കുന്നു. യാഗമെടുക്കാൻ ശ്രമിക്കുന്ന രാക്ഷസന്മാർ സുബാഹു മാരീചനോട് രക്ഷപ്പെടുന്നു. മാറിയ അഹല്യയ്ക്ക് ശാപം ശ്രീരാമൻ ജനക മഹാരാജാവിന്റെ മകളായ സീത ശൈവശാപം കല്യാണം. ദേവന്മാരായ നാരദ മഹർഷി, അഗ്നിദേവൻ എല്ലാവരും അനുഗ്രഹിക്കുന്നു. ഇനിയുള്ള കാലം കുരുവംശം നിലനിർത്തുന്നത് ശ്രീരാമനാണ്. ഈ കാര്യം നാരദ മഹർഷി ദശരഥ മഹാരാജാവിനെ അറിയിക്കുന്നു. ദശരഥ മഹാരാജാവ് സന്തോഷത്തോടു കൂടി അത് കേൾക്കുന്നു. തുടങ്ങി കഴിഞ്ഞു. ശ്രീരാമൻ രാജാവായാൽ നീ കൗസല്യയുടെ ദാസിയായിരിക്കും. ഇത് കേട്ട് കൈകേയി ആകെ ധർമ്മസങ്കടത്തിലാവുന്നു. തന്റെ മകനായ ഭരതനെ രാജാവാക്കാനും രാമനെ 14 വർഷം നാട്ടിലേക്ക് അയക്കാനും കൈകേയി തീരുമാനിക്കുന്നു. ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് ദശരഥ രാജാവ് താങ്ങാനാവാതെ നിലത്തുവീഴുന്നു. സുഖസൗകര്യങ്ങൾ വെറുതെ വനവാസം, കിട്ടിയ കായ്കനികളും നീരുറയും ഭക്ഷിച്ചുള്ള ജീവിതം, ദുഃഖങ്ങൾ മറന്നും കാഴ്ചകൾ ആസ്വദിച്ചും നടക്കുന്ന രാമസീത ലക്ഷ്മണന്മാർ. വഹിക്കുന്നു. പക്ഷെ നിബന്ധന വെച്ചു, താൻ സിംഹാസനത്തിലിരിക്കില്ല, പകരം രാമപാതകമായിരിക്കും അവിടെ ഉണ്ടാവുക. രാമൻ അത് അംഗീകരിക്കുന്നു. ഭരതൻ തിരിച്ച് അയോധ്യ ശ്രീരാമൻ സ്വീകരിക്കുന്നില്ല. അതായത് ലക്ഷ്മണനോട് അവസാനം സീതയെ ആക്രമിക്കാൻ വരുന്ന ലക്ഷ്മണൻ
സീതയ്ക്ക് സംഭവിച്ച ദുർവൃതിയോർത്ത് തന്നെ സഹോദരനായ രാവണനെ അറിയിക്കുന്നു. ലങ്കാധിപതിയായ രാവണന്റെ വാശിയിൽ രാമൻ വാലിനെ പിടിക്കാൻ ഓടുന്നു. ലക്ഷ്മണരേഖ വരച്ച് കൂടെ ലക്ഷ്മണനോ വേഷമാലിരുന്ന മായാവിയായ മാരീചനാണിവൻ എന്നറിയുന്ന രാമൻ അതിന്റെ പിന്നാലെ ഓടുന്നു. അവസാനം രാമബാണമേറ്റ് മാരീചൻ പിഴയും. രാവണൻ സീതയെ മോഹിപ്പിച്ച് അവളെയും കൊണ്ട് സീതാപഹരണം വഴി വെച്ച് ജടായു തടയുന്നു. ആ പക്ഷിയുടെ ചേർന്ന് രാവണന്റെ വാളാൽ അറിയപ്പെടുന്നു. അത് രാമന്റെ പൈസ കേരളം രാമായണത്തെ ആസ്പദമാക്കി ശിശുവാടിക കുഞ്ഞുങ്ങൾ